പച്ചകുതിര എന്ന് പറയുന്നത് മാസികയിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കൊടുത്ത ഒരു അഭിമുഖം. അതിപ്പം ചർച്ചയ്ക്കടക്കേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതായത് വിനോദിനി ഒരു ആരോപണം MV ഗോവിന്ദന് എതിരെ ഒരു പരോക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് കൊടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വിനോദിനി ബാലകൃഷ്ണൻ, വിനോദിനി കൊടിയേരി എന്ന് പറയുന്നതാണ് ശരി. ഒരു പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്ന് കോടിയേരി ബാലകൃഷ്ണനാണ്. അതായത് അന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് അറിയാവുന്ന പോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും തുടർന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും പാർട്ടി ഒരു ശക്തമായ നിലയിലായിരുന്നു എന്ന് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ അങ്ങനെയാണെങ്കിൽ തന്നെയും പലരും അദ്ദേഹത്തെ ഗുണ്ട എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഈ പറയുന്ന ഘടകകക്ഷികളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ നിന്ന് എടുത്തിട്ടുള്ള ചില തൻ്റെടമുള്ള തീരുമാനങ്ങളുണ്ടായിരുന്നു. പാർട്ടിയെ എക്കാലത്തും മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഊർജ്ജസ്വലത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അസുഖബാധിതനായി രോഗബാധിതനായി അദ്ദേഹം പോകുന്നത് വരെ അദ്ദേഹം ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം പലപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കോടിയേരി സഖാവിനെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തുടർന്ന് വന്നിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തെ ഗോവിന്ദൻ മാഷിനെയും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. പലരും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പാർട്ടിക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് ഇപ്പോൾ പലരും അദ്ദേഹത്തിൻ്റെ ഡിമൈസിന് 4 വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ പലരും സഖാക്കന്മാർ പറഞ്ഞു തുടങ്ങി, ബാലേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് MV ഗോവിന്ദൻ മാഷിൻ്റെ ഒരു നേതൃത്വപരമായ പരാജയത്തിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇനിയിപ്പോൾ വിനോദിനി ബാലകൃഷ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്ന സാഹചര്യത്തിൽ അവർ പറയുന്നതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അത് ചെയ്യേണ്ട ചില കടമകൾ പാർട്ടി എന്ന് പറയുന്നത്, ഒന്നാമത് കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം, കണ്ണൂരിലെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. AK ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പിണറായി സഖാവ് അല്ലെങ്കിൽ പിണറായി വിജയൻ കരയുന്നത് ആദ്യമായി കാണുന്നത് കോടിയേരി മരണപ്പെടുന്ന സമയത്താണെന്നാണ്. സത്യത്തിൽ നമ്മളെല്ലാവരും പിണറായി വിജയൻ എന്ന് പറയുന്ന ശക്തനായ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് നടന്നു വന്നതും ജീവിച്ചതുമായ വഴികൾ കനൽ വഴികളാണ് എന്ന് തന്നെ പറയാം. കണ്ണീര് പൊഴിക്കേണ്ട സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് കൂടി അതിന് നിന്നിട്ടില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ പോലും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം രൂഢമൂലമാണ് അവർ തമ്മിലുള്ള ആത്മബന്ധമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് കണ്ണൂരിലുള്ള സഹാക്കന്മാർ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹത്തോടെയും പരസ്പരം കുടുംബമായി അടുത്ത് ജീവിക്കുന്നവർ തന്നെയാണ് അവിടെയുള്ള. ഇപ്പം അതിന് ഉത്തമ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിനോദിനി ബാലകൃഷ്ണൻ അല്ലെ വിനോദിനിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കോടിയേരി സഖാവിൻ്റെ വീട്ടിലേക്ക് പോയത് തളിപ്പറമ്പിൽ മത്സരിച്ച TK ഗോവിന്ദൻ മാസ്റ്ററാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി വിമതനായി തളിപ്പറമ്പിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത TK ഗോവിന്ദൻ മാസ്റ്ററാണ് കോടിയേരിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ അതായത് കോടിയേരി സഖാവിൻ്റെ ശില്പത്തിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നത്. അവിടെ ആരും അരുത് എന്ന് പറഞ്ഞില്ല. അവിടെ പോയത് രമണി ടീച്ചറും കൂടാണ് പോയത്, ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ. അവിടെ ആരും വരരുത് എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് കോടിയേരിയെ കാണാൻ അല്ലെങ്കിൽ കോടിയേരി സഖാവിൻ്റെ അടുത്തേക്ക് പോകാൻ നിങ്ങൾക്ക് യാതൊരു അനുമതിയില്ല എന്ന് വിനോദിനിയും പറഞ്ഞില്ല, ബിനീഷും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അവർ തമ്മിലുള്ള ആ കുടുംബങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അങ്ങനെയാണ്. കോടിയേരി സഖാവിൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ TK ഗോവിന്ദൻ മാസ്റ്ററുടെ കുടുംബവും തമ്മിലുള്ള ആ ബന്ധം അങ്ങനെയാണ്. അപ്പം അതോടൊപ്പം പിന്നെ തന്നെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനുണ്ട് ആ കുടുംബങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഗോവിന്ദൻ മാഷ് കൃത്യമായി വിളിച്ചാൽ ഫോൺ എടുക്കില്ല, എന്നാൽ ഫോൺ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയുമില്ല. ഇതാണ് പിന്നെ ഈ വിനോദിനിക്കുണ്ടായ ഏറ്റവും വലിയൊരു പരാമർശം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പരാതി എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ MV ഗോവിന്ദൻ മാഷ് ഇരിക്കുന്നത് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലാണ്. സംസ്ഥാനത്തെ CPMൻ്റെ സമുന്നതനായ നേതാവ് എന്നുള്ളൊരു സ്ഥാനത്താണ് ഗോവിന്ദൻ മാഷ് ഇരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ മാഷ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ മാഷ് കൃത്യമായി സ്വന്തം സഖാക്കന്മാരെയും അവരുടെ കുടുംബത്തെയും കൃത്യമായി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. പണ്ടേ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ ഇപ്പം സിമ്പിളായിട്ട് എന്തിനാണ് TK ഗോവിന്ദൻ മാസ്റ്റർ പിന്നെ കോടിയേരി ബാലകൃഷ്ണ സഖാവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം എന്തുവാ?
നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ എന്തിനാ പോകുന്നത്. ഇപ്പം പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും അവിടെ ഒരു പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് ഇവിടെ ബസ്സിൽ തീർത്ഥയാത്രയായിട്ട് ആൾക്കാർ പോകുന്നത്. ഏതെങ്കിലും ഒരാൾ ഉമ്മൻചാണ്ടിയെ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത പല കോൺഗ്രസ് നേതാക്കന്മാരും അവിടെ പോയി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും അവിടെ പോയി മെഴുകുതിരി കത്തിച്ചിട്ട് പോകുന്ന കാണാം. ഇത് അതിനേക്കാളിലൊക്കെ അർത്ഥവത്തായ സന്ദർശനമാണ്. ഒരു സുഹൃത്ത് ഇവിടെ പുണ്യാളിനെ കാണാനായിട്ടല്ല അവിടെ കോടിയേരിയുടെ വീട്ടിലേക്ക് പോയത് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ. സ്വന്തം സഹപ്രവർത്തകനായിരുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പിന്നെ ശിരസ് നമിക്കാനും അദ്ദേഹത്തിന് ഒരു പിടി പുഷ്പം സമർപ്പിക്കാനും വേണ്ടിയിട്ടാണ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ അവിടെ പോയത്. പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു സത്യത്തിൽ. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയല്ല. ആ രാഷ്ട്രീയത്തെ മനസ്സിലാക്കണം. ഇപ്പം എന്നാൽ പിണറായി വിജയനെ കുറിച്ച് പറയുന്നുണ്ട്, പിണറായി വിജയൻ്റെ ഭാര്യ കമലയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ പിണറായി വിജയൻ വിളിക്കാറുണ്ട്, പിണറായി വിജയൻ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, അങ്ങോട്ട് വിളിച്ച് പുള്ളി എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കാറുണ്ട്. ഇവിടെയാണ് ആത്മബന്ധം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കുറ്റം പറഞ്ഞെങ്കിൽ അതിനെ വിമർശന ബുദ്ധിയോടുകൂടി ഏറ്റെടുക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കണം പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നിലപാട് എന്ന് മനസ്സിലാക്കാൻ പാർട്ടി സെക്രട്ടറി കഴിയണം. ഈ പറയുന്ന ഇതൊരു പാർട്ടി സഖാവിനോട് പോലും കാണിക്കാത്ത ഈ അനുകമ്പയും പാർട്ടി സഖാവിൻ്റെ ആ കുടുംബത്തോട് കാണിക്കാത്ത സ്നേഹവും സാധാരണ പ്രവർത്തകർക്കിടയിലേക്കും സാധാരണക്കാരിലേക്കും പാർട്ടിക്ക് ഉണ്ടാകും എന്ന് ഏത് സാധാരണക്കാരനെ വിശ്വസിക്കാൻ പറ്റും? ഈ പാർട്ടി സാധാരണക്കാരനെ അപ്പോൾ എങ്ങനെയായിരിക്കും കാണുക? ഒരു സാധാരണ പ്രവർത്തകനോട് എന്തെങ്കിലും ആത്മാർത്ഥതയോടുകൂടി പെരുമാറും എന്ന് എപ്പോഴെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് സ്വന്തം നേതാക്കന്മാർ, സ്വന്തം സഹപ്രവർത്തകർ, ഇപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ഇതേപോലെ തന്നെ ഒരു ആരോപണമായിരുന്നു പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്തായിരുന്നു പറഞ്ഞത്? അദ്ദേഹത്തിന് എതിരായിട്ട് സോളാർ കേസ് ഇവിടെ ഉണ്ടായി, ഒരു പീഡന കേസ് വന്നു. പീഡന കേസും ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരിക്കൽ പോലും കേരളത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവും, ഇന്ന് മെഴുകുതിരി എത്തിക്കാൻ പോകുന്ന കുറേ കോമാളികളുണ്ടല്ലോ, അപ്പം അതിനേക്കാൾ കൂടുതൽ ഒരാൾ പോലും ഈ മനുഷ്യനെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പടി കടന്ന് വീട്ടിലേക്ക് ചെന്നിട്ടില്ല എന്ന് പിന്നെ ഒരു പൊതുവേദിയിൽ വെച്ച് പ്രസംഗിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക്. ആലോചിച്ച് നോക്കണം. അവിടെ അത്രയും ക്രൂരമായ അല്ലെങ്കിൽ ക്രൂരതയോടുകൂടിയാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയോട് പെരുമാറി. ഇന്ന് വിശുദ്ധനാണ് ഇല്ലേ? പക്ഷേ ഇവിടെ എന്താ, കോടിയേരി സഖാവ്, ഞാൻ എൻ്റെ അറിവിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവ് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അഴിമതി നടത്തിയിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടതും പൊതുജന മധ്യത്തിലിട്ട് ക്രൂശിച്ച മനുഷ്യൻ കോടിയേരി ബാലകൃഷ്ണനാണ്. എന്നാൽ അതേസമയം അദ്ദേഹം എത്ര ജനകീയ പദ്ധതികൾ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ പറയാം സ്റ്റുഡൻറ് പോലീസ് ഫോഴ്സ്, SPC ഉണ്ടല്ലോ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത്, അതാരാ കൊണ്ടുവന്നേ? അത് കൊണ്ടുവന്ന പിന്നെ കോടിയേരി സഖാവാണ്. ജനമൈത്രി പോലീസിംഗ് സംവിധാനം കോടിയേരി ബാലകൃഷ്ണൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇരുന്ന സമയത്ത് അദ്ദേഹം ഇരുന്ന വകുപ്പിനോട് നീതി പുലർത്താൻ കഴിഞ്ഞ ഒരു നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല. അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു. എന്ത് കാരണം കൊണ്ട്? അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരിലാണ് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടത്. ബിനീഷ് കോടിയേരിയുടെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ പേരിലുമാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരു കളങ്കവും ഇല്ലാത്ത ഒരു നേതാവ്. പിന്നെ അദ്ദേഹം കുറച്ച് എടുത്തിയാട്ടക്കാരനും തൻ്റെടിയുമാണ്. അത് കണ്ണൂർ രാഷ്ട്രീയമാണത്. പോലീസുകാർ SFIക്കാർ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് അവരുടെ മുന്നിലേക്ക് എന്ന് ധൈര്യമുണ്ട് എൻ്റെ പിള്ളേരെ കൊണ്ടുപോടാ എന്ന് പറയാനുള്ള ചങ്കുറപ്പുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ആ ചങ്കുറപ്പാണ് ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടാവേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പം സ്വന്തം പാർട്ടിയിൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരാളുടെ കുടുംബത്തോട് പോലും നീതി പുലർത്താൻ കഴിയാത്ത CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെ നമ്മുടെ സാധാരണക്കാരനായ സഹാക്കന്മാരോട് നീതി പുലർത്തും എന്നൊരു വലിയ ചോദ്യമോടെയുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു തെറ്റായ സന്ദേശം കൊടുക്കും. അല്ല, അങ്ങ് ഒരു സന്ദേശം കൊടുക്കുന്നതിന് കാരണമായി തീരും. അപ്പോൾ ഇനി ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി വലിയ തോതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഇപ്പോൾ ഇലക്ഷനകത്ത് എന്ത് പിന്നെ ഗിമിക്സ് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും എന്തൊക്കെ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ആയിക്കോട്ടെ, പക്ഷേ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. അതിനെ മറികടക്കാൻ ഇനി 5 വർഷത്തേക്ക് പറ്റത്തില്ല. കയ്യിൽ നിന്ന് ഭരണം പോയി നിൽക്കുകയാണ്. ഇതിലിനി ഒറ്റ MLA പോലും വർദ്ധിപ്പിക്കാൻ CPMനെ കൊണ്ട് കഴിയില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് വരെ 35 എന്ന് പറയുന്ന ആ ഒരു അക്കത്തിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം, അതിൽ വിജയിക്കുകയും വേണം. അപ്പോഴും ഈ 35 പേരെന്ന് പറയുന്ന LDFൻ്റെ ആ പറയുന്ന MLAമാരെയും കൊണ്ട് ഈ 5 വർഷം പൂർത്തിയാക്കേണ്ട ഗതികേടിലേക്ക് എത്തി പാർട്ടി. അപ്പം ഇത് ഒരു ആത്മവിമർശനപരമായി അതിനെ മനസ്സിലാക്കുകയും തുടർന്ന് അത് എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട പാർട്ടി, പക്ഷേ സ്വന്തം പാർട്ടി സഖാവിൻ്റെ കുടുംബത്തോട് പോലും ഈ രീതിയിലാണ് പാർട്ടി സെക്രട്ടറി പെരുമാറുന്നതെങ്കിൽ ജനം കൈയൊഴിയില്ലേ പാർട്ടിയെ?
ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ചു വരണമെന്ന് കരുതുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ക്ഷീണം ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ വിനോദിനി എന്ന് പറയുന്ന ഒരാൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറയുന്നതല്ല ഇത്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ നയിച്ച ഒരു പാർട്ടി, വിനോദിനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ പറയുന്ന പാർട്ടിയിലെ സകലമാന നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. എന്തിന്, കണ്ണൂരുള്ള കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവുമായി പോലും നല്ല സൗഹൃദം പുലർത്തുന്നുണ്ട്. അത് ഞാൻ പറയില്ല, കണ്ണൂരിലെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. അത് കോൺഗ്രസ് ആയിക്കോട്ടെ ഇതായിക്കോട്ടെ, അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും അവിടെ നിൽക്കുമ്പോൾ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഒരു എന്താ പറയുക ഗ്രൂപ്പ് പോലെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ആ തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിൽ തീർച്ചയായും തിരുത്തപ്പെടുക തന്നെ വേണം. അത് പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അത് ഉയർത്തിയത് അവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. കാര്യം കോടിയേരി സഖാവ് ആരായിരുന്നു എന്നുള്ളത് ഇവിടെ പാർട്ടിയിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാം. അപ്പോൾ അവിടെ വിനോദിനിയെയും കുടുംബത്തെയും അല്ലെങ്കിൽ കോടിയേരി സഖാവിൻ്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തുകയല്ല, പകരം ആ പരാതിക്ക് പരിഹാരം എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് പാർട്ടി ചിന്തിക്കുകയാണ് വേണ്ടത്. അതിനനുസരിച്ച് അവർക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ കോടിയേരി സഖാവ് അദ്ദേഹത്തിൻ്റെ മരണം വരെ പിന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനല്ലേ. ആ മനുഷ്യനെ അംഗീകരിക്കണ്ടേ? ആ മനുഷ്യനോടുള്ള സ്നേഹവും കടപ്പാടും അവരുടെ കുടുംബത്തോട് കാണിക്കണ്ടേ? ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ട പാർട്ടി നേതൃത്വം അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഈ കരഞ്ഞു എന്ന് പറയുന്നത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അനുശോചനം കഴിഞ്ഞ പാടെ തന്നെ വിദേശയാത്ര നടത്തിയ ഒരു വലിയ വിവാദം അന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്ര ആത്മബന്ധമുള്ള പിണറായി വിജയൻ എങ്ങനെയാണ് കോടിയേരി മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് വിദേശത്തേക്ക് പോകും? ഒരുപക്ഷെ അതിനെ നമുക്ക് ഭേദിക്കാൻ കഴിയും. ഒരുപക്ഷെ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ചില ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പോയതാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാം. എങ്കിൽ തന്നെയും പക്ഷേ ഈ പറയുന്ന ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായി ഇതിനകത്തൊരു പരിഹാരം കണ്ടെത്തുകയും അവരുടെ കുടുംബവുമായി, അതായത് കോടിയേരി സഖാവിൻ്റെ കുടുംബവുമായി വലിയ അടുത്ത ആത്മബന്ധം പുലർത്തേണ്ടത് അത്യാവശ്യമാണെന്ന്. അല്ലെങ്കിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് പറയുന്ന ഒരു വലിയ പേരുദോഷം പേറിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു നേതാവായി ഗോവിന്ദൻ മാഷിനെ വിലയിരുത്തപ്പെടും. അത് പിന്നെ ഈ പറയുന്ന പോലെ പാർട്ടി എല്ലാ കാലത്തും അങ്ങനെ തന്നെ എഴുതി ചേർക്കപ്പെടും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നും സഖാക്കന്മാർ അത്ര നല്ല ഗുണമൊന്നും, അല്ലെങ്കിൽ സഖാക്കന്മാർ അത്ര നല്ല രീതിയിലൊന്നുമല്ല. മാഷെന്ന് ഇനിയും തിരിച്ച് വിളിക്കില്ല ഒരു സഖാവും. കാര്യം അത്രത്തോളം ബാലേട്ട എന്ന് വിളിച്ച് നടക്കുന്ന നിരവധി ആളുകൾ ഇന്നും ആ പറയുന്ന കണ്ണൂരുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകുന്ന കോടിയേരി സഖാവുമായി അടുത്ത് ഇടപഴകിയിരിക്കുന്ന നിരവധി ആളുകൾ ഇന്നും അദ്ദേഹത്തെ ബാലേട്ട എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ മാനിച്ചുകൊണ്ട് പാർട്ടി തിരുത്തലിന് തയ്യാറാവണം. നേതാക്കന്മാർ തിരുത്തലിന് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നേതാക്കന്മാരും തിരുത്തലിന് തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം.